കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രം പ്രവാസി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരവ് 2024 സംഘടിപ്പിച്ചു. കരവാളൂരിലെ ദേവിവിലാസം NSS കരയോഗം ഹാളിൽ ജൂൺ 2 ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രശസ്ത സ്നേക് മാസ്റ്ററും പരിസ്ഥിതി സംരക്ഷകനുമായ വാവ സുരേഷ് നിർവഹിച്ചു. ദേവസ്വം ബോർഡിൽ നിന്നും വിരമിച്ച ശ്രീ പത്മാസനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ലോകത്തില് വിഷമുള്ള പാമ്പിന്റെ പേരെഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പാമ്പുകളുടെ പേരെഴുതും? ഓർത്ത് പറയൂ. രാജവൻപാല, അണലി, മൂക്കറൈൻ, വേറെ ശംഖുവരൻ അല്ലേ? എന്റെ ചോദ്യം ഇതാണ്. ഇംഗ്ലീഷില് ആംഗ്ലേയ ഭാഷയിൽ പാമ്പ് ഒരു ജീവിയെ കടിക്കുമ്പോൾ ആ ജീവി മരണപ്പെടാനായി പാമ്പ് കൊടുക്കുന്ന സാധനത്തിന്റെ ഇംഗ്ലീഷിലെ പേരെന്താണ്? എന്താണ്? വെനത്തിന്റെ മലയാളം എന്താണ്? വിഷം എന്നാണ്. വിഷത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? പോയിസൺ. വിഷത്തിന്റെ ഇംഗ്ലീഷ് പോയിസൺ, പോയിസന്റെ മലയാളം വിഷം. അപ്പൊ പാമ്പ് കടിച്ച ഒരാളിനെ കൊല്ലുമ്പോൾ ആ കൊടുക്കാനായി കൊടുക്കുന്ന സാധനത്തിന്റെ പേരെന്താണ്? വെനം. വെനത്തിന്റെ മലയാളം എന്താണ്? നിങ്ങളുടെ വിഷത്തിന്റെ ആരെല്ലാം ചോദിച്ചത്? വിഷം അവിടെ നിൽക്കട്ടെ. വിഷത്തിന്റെ ഇംഗ്ലീഷ് പോയിസൺ, പോയിസന്റെ മലയാളം വിഷമാണ്. പാമ്പിന്റെ ദഹനം തിരിക്കുന്ന ഔഷധത്തിന്റെ പേര് വെനമാണ്. വെനത്തിന്റെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക, വെനത്തിന്റെ മലയാളം എന്താണ്? ഔഷധം എന്നാണ്. പ്രോട്ടീൻ, മെഡിസിൻ. നിങ്ങളുടെ വീട്ടിലൊക്കെ ലക്ഷ്മി വരാറുണ്ടോ? ലക്ഷ്മിയാണോ വരുന്നത്, ചേട്ടത്തിയാണോ വരുന്നത്? ലക്ഷണം നോക്കുക. വാതുക്കൽ 10 ചെരുപ്പ് കിടപ്പുണ്ടെങ്കിൽ അടുക്കി വച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ലക്ഷ്മി വരും. വച്ചു വാരിയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഭൂദേവി വരും. പെരിക്കകത്തോട്ട് കയറി ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് വിരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ലക്ഷ്മി വരും, അല്ലെങ്കിൽ ചേട്ടത്തി വരും. അടുക്കളയിലോട്ട് കയറി ഇന്നലത്തെ പാത്രങ്ങളെല്ലാം കഴിവാതെ കിടപ്പുണ്ടെങ്കിൽ അവിടെയും ആര് വരും? ഭൂദേവി വരും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കരവാളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു ഗീതാ ക്ലാസും പ്രവാസി കൂട്ടായ്മയും ചെയ്തു വരുന്ന ഇത്തരത്തിലുള്ള സത്കർമ്മങ്ങളെ നമുക്ക് അനുമോദിക്കാതെ വയ്യ. ഇത്രയും കുട്ടികളെ ഒരുമിച്ച് ഇവിടെ സംഘടിപ്പിച്ച ഇന്ന് സംഘാടകർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. നമ്മുടെ കരവാളൂർ പീഡികാവ് ക്ഷേത്രത്തിലെ വരദായനി കൂട്ടായ്മയും അതുപോലെ തന്നെ മാതൃസംഘടനയും അതുപോലെ തന്നെ പ്രവാസി കൂട്ടായ്മയും ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ 36 വർഷം ദേവസ്വം ബോർഡിൽ സേവനമനുഷ്ഠിച്ചു. അവസാന കാലഘട്ടങ്ങളിൽ മരണത്തോട് തന്നെ അടുത്ത നിമിഷങ്ങളിൽ പോലും കരവാളൂരമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ പുനലൂരാണ് താമസമെങ്കിലും കരവാളൂരുകാരനാണ്. എൻ്റെ സഹധർമ്മിണിയും എൻ്റെ മക്കളുടെയും പരദേവത, കുടുംബദേവത എന്ന് പറയുന്നത് കരവാളൂർ അമ്മയാണ്. ചിരപുരാതന കാലം മുതൽ തന്നെ നമ്മൾ പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും ആരാധിച്ചു പോരുന്ന ഒരു സംസ്കാരമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് നാഗദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ സംരക്ഷകരും പരിസ്ഥിതി പ്രവർത്തകനുമായ ബഹുമാന്യനായ നമ്മുടെ വാവ സുരേഷ് അവർകളെ ഈ വേദിയിൽ കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പരിപാടി ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച സ്നേക് മാസ്റ്റർ വാവ സുരേഷ് അദ്ദേഹത്തിനും എൻ്റെ പേരിലും ഭക്തജന കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ കൂട്ടായ്മകളിലൂടെ ബാലഗോകുലം ഗീതാ ക്ലാസ്, ഭക്തജന കൂട്ടായ്മകൾ, പ്രവാസി കൂട്ടായ്മകൾ, അതേപോലെ തന്നെ
മാതൃസമിതി തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള സമിതികളിൽ നിന്നും കണ്ടെത്തിയ കുട്ടികൾക്കുള്ള പഠന ഉപകരണ വിതരണവും അതേപോലെ തന്നെ ആദരവും. ചടങ്ങിൽ ബാലഗോകുലം ഗീതാ ക്ലാസ്സിലെയും വരദായനി തിരുവാതിര സംഘത്തിലെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുകയും പഠനോപകരണ വിതരണവും നടത്തി.